ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏഴാമത്തെ മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട 100 ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. എവിടെ നിന്നാണ് ബോവാസ് ശ്രേഷ്ഠന്മാരായ 10 പേരെ വിളിച്ചുകൊണ്ടുവന്നത്? എ. പട്ടണത്തിൽ നിന്ന്, ബി. നാട്ടിൽ നിന്ന്, സി. നഗരവാതിൽക്കൽ നിന്ന്, ഡി. നഗരത്തിൽ നിന്ന്. ഉത്തരം ഡി. നഗരത്തിൽ നിന്ന്. ചോദ്യം 2. പേരസിൻ്റെ പുത്രൻ ആര്? എ. ഓബദ്, ബി. ഹെബ്രോൻ, സി. നഹ്ഷോൻ, ഡി. സൽമോൻ. ഉത്തരം ബി. ഹെബ്രോൻ. ചോദ്യം 3. ബോവാസ് എഫ്രാത്തായിൽ ഐശ്വര്യവാനാകട്ടെ എന്ന് ശ്രേഷ്ഠന്മാരും മറ്റാരുമാണ് പറയുന്നത്? എ. നഗര കവാടത്തിലുള്ളവരും, ബി. അയൽവാസികളും, സി. നഗര കവാടത്തിൽ നിന്നിരുന്നവരും, ഡി. നഗര കവാടത്തിൽ ഇരുന്നവരും. ഉത്തരം സി. നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ചോദ്യം 4. എപ്പോൾ ഞെട്ടിയുണർന്നപ്പോഴാണ് കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നതായി ബോവാസ് കണ്ടത്? എ. പ്രഭാതത്തിൽ, ബി. അതിരാവിലെ, സി. അർദ്ധരാത്രിയിൽ, ഡി. സൂര്യൻ ഉദിച്ചപ്പോൾ. ഉത്തരം സി. അർദ്ധരാത്രിയിൽ. ചോദ്യം 5. 6 അളവ് ബാർലി ആരാണ് റൂത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്തത്? എ. ഭൃത്യൻ, ബി. വേലക്കാരി, സി. ബോവാസ്, ഡി. കാര്യസ്ഥൻ. ഉത്തരം സി. ബോവാസ്. ചോദ്യം 6. ആരാണ് ഈ യുവതി എന്ന് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ആരോടാണ് ബോവാസ് ചോദിച്ചത്? എ. കാര്യസ്ഥനോട്, ബി. ദാസിയോട്, സി. ഭൃത്യനോട്, ഡി. വേലക്കാരനോട്. ഉത്തരം സി. ഭൃത്യനോട്. ചോദ്യം 7. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത് ആരാണ്? എ. ഭൃത്യന്മാർ, ബി. ദാസിമാർ, സി. കൊയ്ത്തുകാർ, ഡി. വേലക്കാർ. ഉത്തരം സി. കൊയ്ത്തുകാർ. ചോദ്യം 8. നവോമിയുടെ ഭർതൃഗൃഹത്തിൽ ഉണ്ടായിരുന്ന ബോവാസിനെ വിശേഷിപ്പിച്ചത് എങ്ങനെ? എ. നീതിമാൻ, ബി. സമ്പന്നൻ, സി. ദൈവഭയമുള്ളവൻ, ഡി. ധനികൻ. ഉത്തരം ഡി. ധനികൻ. ചോദ്യം 9. റൂത്ത് 2:3 റൂത്ത് കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കി എന്ന് പറയുന്നു. എന്നാൽ റൂത്ത് 2:23 ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കി എന്നും പറയുന്നു. ഈ മാറ്റത്തിന് കാരണമായ വാക്യം ഏത്? എ. റൂത്ത് 2:7, ബി. റൂത്ത് 2:8, സി. റൂത്ത് 2:4, ഡി. റൂത്ത് 2:6. ഉത്തരം ബി. റൂത്ത് 2:8. ചോദ്യം 10. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ പുനർവിവാഹം ചെയ്യേണ്ടത് ആരെയാണ് എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമാവർത്തന പുസ്തകത്തിലെ വാക്യമേത്? എ. നിയമാവർത്തനം 25:5-6, ബി. നിയമാവർത്തനം 22:15-17, സി. നിയമാവർത്തനം 11:12-13, ഡി. നിയമാവർത്തനം 24:20. ഉത്തരം എ. നിയമാവർത്തനം 25-ാം അധ്യായം 5 മുതൽ 6 വരെ വാക്യങ്ങൾ. ചോദ്യം 11. കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് എന്തിനേക്കാൾ നല്ലത്? എ. സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ, ബി. കഠിനാധ്വാനത്തേക്കാൾ, സി. സ്വപ്നങ്ങളിൽ അലയുന്നതിനേക്കാൾ, ഡി. ഭാവനയിൽ അലയുന്നതിനേക്കാൾ. ഉത്തരം എ. സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ. ചോദ്യം 12. അമിത സമ്പാദ്യം ആരുടെ ഉറക്കമാണ് കെടുത്തുന്നത്? എ. സമ്പന്നൻ്റെ, ബി. ധനികൻ്റെ, സി. പിശുക്കൻ്റെ, ഡി. രാജാവിൻ്റെ. ഉത്തരം ബി. ധനികൻ്റെ. ചോദ്യം 13. വാക്കുകൾ ഏറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എ. അഹങ്കാരമേറുന്നു, ബി. ഭോഷത്വമാകുന്നു, സി. മൂഢജൽപ്പനമാകുന്നു, ഡി. തെറ്റുകളേറുന്നു. ഉത്തരം സി. മൂഢജൽപ്പനമാകുന്നു. ചോദ്യം 14. മൂഢരിൽ അവിടുത്തേക്ക് ഇല്ലാത്തത് എന്ത്? എ. പ്രീതി, ബി. വിശ്വാസം, സി. താൽപ്പര്യം, ഡി. ദയ. ഉത്തരം
എ പ്രീതി. ചോദ്യം 15. പൊള്ളവാക്കുകൾ വർദ്ധിക്കുന്നത് എപ്പോൾ? എ അഹങ്കാരമേറുമ്പോൾ, ബി സ്വപ്നങ്ങളേറുമ്പോൾ, സി ഭോഷത്വമേറുമ്പോൾ, ഡി സ്വാർത്ഥതയേറുമ്പോൾ. ഉത്തരം ബി സ്വപ്നങ്ങളേറുമ്പോൾ. ചോദ്യം 16. എല്ലാ അധ്വാനവും എല്ലാ ഡാഷ് മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. പൂരിപ്പിക്കുക. എ അറിവും, ബി സമ്പത്തും, സി പരിശ്രമവും, ഡി വൈദഗ്ധ്യവും. ഉത്തരം ഡി വൈദഗ്ധ്യവും. ചോദ്യം 17. ആരാണ് ഇരുട്ടിൽ നടക്കുന്നത്? എ പാപി, ബി തിന്മ പ്രവർത്തിക്കുന്നവൻ, സി ഭോഷൻ, ഡി അഹങ്കാരി. ഉത്തരം സി ഭോഷൻ. ചോദ്യം 18. ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്ന് ചോദിക്കുന്നത് ആരാണ്? എ സോളമൻ, ബി സഭാപ്രസംഗകൻ, സി ദാവീദ്, ഡി ഹന്ന. ഉത്തരം ബി സഭാപ്രസംഗകൻ. ചോദ്യം 19. കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എവിടെയാണ്? എ മനുഷ്യ ഹൃദയത്തിൽ, ബി മനുഷ്യ മനസ്സിൽ, സി മനുഷ്യരിൽ, ഡി നീതിമാന്മാരിൽ. ഉത്തരം ബി മനുഷ്യ മനസ്സിൽ. ചോദ്യം 20. ഭോഷനെപ്പോലെ തന്നെ ആർക്കും ശാശ്വത സ്മരണ ലഭിക്കുന്നില്ല. എ രാജാവിനും, ബി സമ്പന്നനും, സി ജ്ഞാനിക്കും, ഡി അഹങ്കാരിക്കും. ഉത്തരം സി ജ്ഞാനിക്കും. ചോദ്യം 21. അധ്വാനം എന്തെന്നാണ് സഭാപ്രസംഗകൻ 2:23 പറയുന്നത്? എ വ്യർത്ഥം, ബി ദുഃഖസങ്കുലം, സി മിഥ്യ, ഡി ദുഃഖപൂരിതം. ഉത്തരം ബി ദുഃഖസങ്കുലം. ചോദ്യം 22. സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിലെ വാക്യമേത്? എ 1 രാജാക്കന്മാർ 4:29 മുതൽ 31 വരെ വാക്യങ്ങൾ, ബി 2 രാജാക്കന്മാർ 4:29-32, സി 1 രാജാക്കന്മാർ 14:32-33, ഡി 2 രാജാക്കന്മാർ 24:12-14. ഉത്തരം എ 1 രാജാക്കന്മാർ 4:29 മുതൽ 31 വരെ വാക്യങ്ങൾ. ചോദ്യം 23. സഭാപ്രസംഗകൻ 2:24 പ്രതിപാദിക്കുന്ന തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്നതിന് സമാനമായി പുതിയ നിയമത്തിലെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യമേത്? എ 1 കോറിന്തോസ് 12:32, ബി 1 കോറിന്തോസ് 13:32, സി 1 കോറിന്തോസ് 14:32, ഡി 1 കോറിന്തോസ് 15:32. ഉത്തരം ഡി 1 കോറിന്തോസ് 15:32. ചോദ്യം 24. അധ്യായവും വാക്യവും ഏത്? പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം ഭോഷത്വത്തെ അതിശയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. എ സഭാപ്രസംഗകൻ 2:4, ബി സഭാപ്രസംഗകൻ 2:6, സി സഭാപ്രസംഗകൻ 2:13, ഡി സഭാപ്രസംഗകൻ 2:11. ഉത്തരം സി സഭാപ്രസംഗകൻ 2:13. ചോദ്യം 25. ഗ്രീക്കുകാർ പീലിപ്പോസിനെ എപ്രകാരം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്? എ സഹോദര, ബി പ്രഭോ, സി ഗുരു, ഡി നാഥ. ഉത്തരം ബി പ്രഭോ. ചോദ്യം 26. ആരാണ് ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അന്ത്രയോസും പീലിപ്പോസും കൂടി ഈശോയെ വിവരമറിയിച്ചത്? എ യഹൂദ പ്രമാണികൾ, ബി മാതാവും സഹോദരരും, സി ഗ്രീക്കുകാർ, ഡി ജനങ്ങൾ. ഉത്തരം സി ഗ്രീക്കുകാർ. ചോദ്യം 27. യേശു ആർക്കാണ് നിത്യജീവൻ നൽകുന്നത്? എ തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, ബി തൻ്റെ ആടുകൾക്ക്, സി തൻ്റെ വചനം പാലിക്കുന്നവർക്ക്, ഡി തന്നെ അനുഗമിക്കുന്നവർക്ക്. ഉത്തരം ബി തൻ്റെ ആടുകൾക്ക്. ചോദ്യം 28. ഏതെങ്കിലും ഡാഷ് മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. പൂരിപ്പിക്കുക. എ നന്മ പ്രവൃത്തികൾ,
ബി നല്ല വാക്ക്, സി നല്ല പ്രവൃത്തികൾ, ഡി സൽപ്രവൃത്തികൾ. ഉത്തരം സി നല്ല പ്രവൃത്തികൾ. ചോദ്യം 29. ഡാഷ് ആരുടെ അടുത്ത് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. പൂരിപ്പിക്കുക. എ വചനം, ബി ദൈവസ്നേഹം, സി രക്ഷകൻ, ഡി ദൈവവചനം. ഉത്തരം ഡി ദൈവവചനം. ചോദ്യം 30. ഈശോ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് മനസ്സിലാക്കാതിരുന്നത് ആരാണ്? എ യഹൂദർ, ബി നിയമജ്ഞർ, സി ജനങ്ങൾ, ഡി ഫരിസേയർ. ഉത്തരം ഡി ഫരിസേയർ. ചോദ്യം 31. യേശു എവിടെ നിന്നാണ് വരുന്നതെന്ന് എവിടെയാണ് പറയുന്നത്? എ മോശയുടെ ഗ്രന്ഥത്തിൽ, ബി പ്രവാചക ഗ്രന്ഥത്തിൽ, സി വിശുദ്ധ ലിഖിതങ്ങളിൽ, ഡി സങ്കീർത്തനങ്ങളിൽ. ഉത്തരം സി വിശുദ്ധ ലിഖിതത്തിൽ. ചോദ്യം 32. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും യേശുവിനെ ബന്ധിക്കാൻ ആരെയാണ് അയച്ചത്? എ കാവൽക്കാരെ, ബി പടയാളികളെ, സി സേവകരെ, ഡി ദേവാലയ ശുശ്രൂഷകരെ. ഉത്തരം സി സേവകരെ. ചോദ്യം 33. ഇവൻ തന്നെയാണ് ഡാഷ്. ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? പൂരിപ്പിക്കുക. എ ദൈവപുത്രൻ എന്ന്, ബി ദാവീദിൻ്റെ പുത്രൻ, സി ക്രിസ്തുവെന്ന്, ഡി രക്ഷകൻ. ഉത്തരം സി ക്രിസ്തുവെന്ന്. ചോദ്യം 34. എന്തു ചോദിച്ചുകൊണ്ടാണ് യഹൂദർ യേശുവിനെ തിരക്കിയത്? എ ഇവൻ തന്നെയോ ക്രിസ്തു, ബി പ്രവാചകൻ എവിടെ, സി അവൻ ആരാണ്, ഡി അവൻ എവിടെ. ഉത്തരം ഡി അവൻ എവിടെ. ചോദ്യം 35. ആത്മാവ് നൽകുന്നത് എന്താണ്? എ വരം, ബി ജ്ഞാനം, സി നിത്യജീവൻ, ഡി ജീവൻ. ഉത്തരം ഡി ജീവൻ. ചോദ്യം 36. ഡാഷ് കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പൂരിപ്പിക്കുക. എ ദൈവപുത്രനെ, ബി ദൈവം അയച്ചവനെ, സി മനുഷ്യപുത്രനെ, ഡി പുത്രനെ. ഉത്തരം ഡി പുത്രനെ. ചോദ്യം 37. യോഹന്നാൻ 4:22 പ്രകാരം യഹൂദരിൽ നിന്ന് വരുന്നതെന്ത്? എ രക്ഷകൻ, ബി ക്രിസ്തു, സി നിത്യനായ രാജാവ്, ഡി രക്ഷ. ഉത്തരം ഡി രക്ഷ. ചോദ്യം 38. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ വിശുദ്ധ ലിഖിതത്തോടൊപ്പം എന്തുകൂടി വിശ്വസിച്ചു? എ മോശയുടെ നിയമവും, ബി യേശു പഠിപ്പിച്ച വചനവും, സി യേശു പ്രസ്താവിച്ച വചനവും, ഡി പ്രവാചക ഗ്രന്ഥങ്ങളും. ഉത്തരം സി യേശു പ്രസ്താവിച്ച വചനവും. ചോദ്യം 39. മോശയുടെ നിയമത്തിലും ഡാഷ് ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടു. പൂരിപ്പിക്കുക. എ സങ്കീർത്തനങ്ങളിലും, ബി വിശുദ്ധ ഗ്രന്ഥത്തിലും, സി പ്രവാചക ഗ്രന്ഥങ്ങളിലും, ഡി പ്രവചനങ്ങളിലും. ഉത്തരം സി പ്രവാചക ഗ്രന്ഥങ്ങളിലും. ചോദ്യം 40. അന്ത്രയോസ് ആരെയാണ് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്? എ യോഹന്നാൻ, ബി ശിമയോൻ, സി യാക്കോബ്, ഡി പീലിപ്പോസ്. ഉത്തരം ബി ശിമയോൻ. ചോദ്യം 41. നീ ആരാണെന്ന് ചോദിക്കാൻ പുരോഹിതന്മാരെയും ലേവ്യരെയും ജെറുസലേമിൽ നിന്ന് അയച്ചത് ആരാണ്? എ ജനങ്ങൾ, ബി ഫരിസേയർ, സി യഹൂദർ, ഡി നിയമജ്ഞർ. ഉത്തരം സി യഹൂദർ. ചോദ്യം 42. തങ്ങളുടെ അടുത്തേക്ക് വന്ന ദൈവപുത്രനോട് സ്വജനം പ്രതികരിച്ചത് എങ്ങനെയാണ്? എ അവനെ തിരസ്കരിച്ചു, ബി സന്തോഷം പങ്കുവച്ചുകൊണ്ട്, സി അവനെ സ്വീകരിച്ചില്ല, ഡി അവനെ അവഗണിച്ചു. ഉത്തരം സി അവനെ സ്വീകരിച്ചില്ല. ചോദ്യം 43. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഏശയ്യാ വാക്യം ഏത്? എ ഏശയ്യാ 40:3, ബി ഏശയ്യാ 30:3, സി ഏശയ്യാ 35:15,
ഡി ഏശയ്യ 21:16. ഉത്തരം എ ഏശയ്യ 40:3. ചോദ്യം 44. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ എന്തിനു പോലും താൻ യോഗ്യനല്ല എന്നാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്. എ ചെരുപ്പ് അഴിക്കാൻ, ബി ചെരുപ്പ് ഊരുവാൻ, സി ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ, ഡി ചെരുപ്പിൻ്റെ വാറഴിക്കാൻ. ഉത്തരം ഡി ചെരുപ്പിൻ്റെ വാറഴിക്കാൻ. ചോദ്യം 45. കാനായിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞതെന്ത്? എ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, ബി വീഞ്ഞ് തീർന്നിരിക്കുന്നു, സി അവൻ പറയുന്നത് ചെയ്യുവിൻ, ഡി അവർക്ക് വീഞ്ഞില്ല. ഉത്തരം ഡി അവർക്ക് വീഞ്ഞില്ല. ചോദ്യം 46. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു ആരോടാണ് കൽപ്പിച്ചത്? എ ഭൃത്യന്മാരോട്, ബി വേലക്കാരോട്, സി കലവറക്കാരോട്, ഡി പരിചാരകരോട്. ഉത്തരം ഡി പരിചാരകരോട്. ചോദ്യം 47. കാനായിലെ അത്ഭുതത്തിൻ്റെ ഫലമായി ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? എ പരിചാരകർ, ബി കലവറക്കാർ, സി അപ്പസ്തോലന്മാർ, ഡി അവൻ്റെ ശിഷ്യന്മാർ. ഉത്തരം ഡി അവൻ്റെ ശിഷ്യന്മാർ. ചോദ്യം 48. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം? എ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ, ബി ദൈവരാജ്യത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ, സി സ്വർഗത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ, ഡി ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ഉത്തരം ഡി ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ചോദ്യം 49. യേശു എന്തിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? എ സത്യത്തെപ്പറ്റി, ബി കണ്ടവയെപ്പറ്റി, സി അറിയുന്നവയെപ്പറ്റി, ഡി പിതാവിനെപ്പറ്റി. ഉത്തരം ബി കണ്ടവയെപ്പറ്റി. ചോദ്യം 50. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. പൂരിപ്പിക്കുക. എ ദൈവപുത്രൻ, ബി ഞാൻ, സി മനുഷ്യപുത്രൻ, ഡി ഞാനാകുന്ന അപ്പം. ഉത്തരം സി മനുഷ്യപുത്രൻ. ചോദ്യം 51. തിന്മ പ്രവർത്തിക്കുന്നവൻ എന്തിനെയാണ് വെറുക്കുന്നത്? എ ദൈവത്തെ, ബി സത്യത്തെ, സി പ്രകാശത്തെ, ഡി വെളിച്ചത്തെ. ഉത്തരം സി പ്രകാശത്തെ. ചോദ്യം 52. സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികൾ ഡാഷ് ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. പൂരിപ്പിക്കുക. എ ദൈവ ഐക്യത്തിൽ, ബി ദൈവസ്നേഹത്തിൽ, ഡി ദൈവകൃപയിൽ, ഡി ദൈവശരണത്തിൽ. ഉത്തരം എ ദൈവ ഐക്യത്തിൽ. ചോദ്യം 53. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന ആരാണ് അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നത്? എ സുഹൃത്ത്, ബി മണവാട്ടി, സി സ്നേഹിതർ, ഡി സ്നേഹിതൻ. ഉത്തരം ഡി സ്നേഹിതൻ. ചോദ്യം 54. ഡാഷ് അനുസരിക്കാത്തവൻ്റെ മേൽ ദൈവകോപം ഉണ്ട്. എ വചനം, ബി ദൈവത്തെ, സി പുത്രനെ, ഡി നിയമം. ഉത്തരം സി പുത്രനെ. ചോദ്യം 55. യേശു സമരിയാക്കാരിയോട് സംസാരിച്ചത് എന്ത്? എ എനിക്ക് കുടിക്കാൻ വെള്ളം തരുക, ബി എനിക്ക് കുടിക്കാൻ ജലം തരുക, സി എനിക്ക് ദാഹിക്കുന്നു, ഡി എനിക്ക് കുടിക്കാൻ തരുക. ഉത്തരം ഡി എനിക്ക് കുടിക്കാൻ തരുക. ചോദ്യം 56. യഥാർത്ഥ ആരാധകർ ഡാഷ് പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. എ ആത്മാവിലും ഹൃദയത്തിലും, ബി സത്യത്തിലും നീതിയിലും, സി ആത്മാവിലും സത്യത്തിലും, ഡി ഹൃദയത്തിലും സത്യത്തിലും. ഉത്തരം സി ആത്മാവിലും സത്യത്തിലും. ചോദ്യം 57. ആസന്നമരണനായ മകനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞതാരാണ്? എ കഫർനാമിലെ ഒരു ശതാധിപൻ, ബി ഗലീലിയിലെ ഒരു രാജസേവകൻ, സി കഫർനാമിലെ ഒരു സൈന്യാധിപൻ, ഡി കഫർനാമിലെ ഒരു രാജസേവകൻ. ഉത്തരം ഡി കഫർനാമിലെ ഒരു രാജസേവകൻ. ചോദ്യം 58.
പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ആരാണ് എതിരെ വന്നത്? എ. ഒരു ഭൃത്യൻ, ബി. ഒരു ദൂതൻ, സി. ഭൃത്യന്മാർ, ഡി. ശതാധിപൻ. ഉത്തരം സി. ഭൃത്യന്മാർ. ചോദ്യം 59. യൂദയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? എ. രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, ബി. അപ്പം വർദ്ധിപ്പിക്കുന്നു, സി. രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു, ഡി. അന്ധനെ സുഖപ്പെടുത്തുന്നു. ഉത്തരം സി. രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. ചോദ്യം 60. ഡാഷ് നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ ഡാഷ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പൂരിപ്പിക്കുക. എ. വിശുദ്ധ ലിഖിതങ്ങൾ രക്ഷ, ബി. വിശുദ്ധ ലിഖിതങ്ങൾ നിത്യജീവൻ, സി. വചനം നിത്യജീവൻ, ഡി. നിയമങ്ങൾ നിത്യജീവൻ. ഉത്തരം ബി. വിശുദ്ധ ലിഖിതങ്ങൾ നിത്യജീവൻ. ചോദ്യം 61. ഡാഷ് നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. പൂരിപ്പിക്കുക. എ. മനുഷ്യനിൽ, ബി. മറ്റുള്ളവരിൽ, സി. ലോകത്തിൽ, ഡി. മനുഷ്യരിൽ. ഉത്തരം ഡി. മനുഷ്യരിൽ. ചോദ്യം 62. ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരാണ് പറഞ്ഞത്? എ. സമരിയാക്കാരി സ്ത്രീ, ബി. യഹൂദർ, സി. നിക്കോദേമോസ്, ഡി. ജനങ്ങൾ. ഉത്തരം ഡി. ജനങ്ങൾ. ചോദ്യം 63. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും നഷ്ടപ്പെടുത്താതെ എന്നാണ് ഉയർപ്പിക്കേണ്ടത്? എ. അന്ത്യവിധിയിൽ, ബി. അവസാന നാളിൽ, സി. വിധി ദിനത്തിൽ, ഡി. അന്ത്യദിനത്തിൽ. ഉത്തരം ഡി. അന്ത്യദിനത്തിൽ. ചോദ്യം 64. നിങ്ങൾ ഡാഷ് ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. പൂരിപ്പിക്കുക. എ. എൻ്റെ, ബി. മനുഷ്യപുത്രൻ്റെ, സി. അവൻ്റെ, ഡി. ദൈവപുത്രൻ്റെ. ഉത്തരം ബി. മനുഷ്യപുത്രൻ്റെ. ചോദ്യം 65. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് ഈശോ എവിടെ വെച്ചാണ് പറഞ്ഞത്? എ. സോളമൻ്റെ മണ്ഡപത്തിൽ, ബി. ദേവാലയത്തിൽ, സി. കഫർനാമിലെ സിനഗോഗിൽ, ഡി. ഒലിവുമലയിൽ. ഉത്തരം സി. കഫർനാമിലെ സിനഗോഗിൽ. ചോദ്യം 66. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ ഡാഷ് അറിയുകയും ചെയ്തിരിക്കുന്നു. പൂരിപ്പിക്കുക. എ. വിശ്വസിക്കുകയും, ബി. കാണുകയും, സി. മനസ്സിലാക്കുകയും, ഡി. അനുഭവിക്കുകയും. ഉത്തരം എ. വിശ്വസിക്കുകയും. ചോദ്യം 67. അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതിനുശേഷം യേശു എവിടേക്കാണ് പോകുന്നത്? എ. പിതാവിൻ്റെ അടുത്തേക്ക്, ബി. അയച്ചവൻ്റെ പക്കലേക്ക്, സി. വിളിച്ചവൻ്റെ അടുത്തേക്ക്, ഡി. അയച്ചവൻ്റെ അടുത്തേക്ക്. ഉത്തരം ഡി. അയച്ചവൻ്റെ അടുത്തേക്ക്. ചോദ്യം 68. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാണ്? എ. നിയമജ്ഞരും ഫരിസേയരും, ബി. നിയമജ്ഞരും പുരോഹിതരും, സി. പുരോഹിതരും ലേവ്യരും, ഡി. യഹൂദരും ഫരിസേയരും. ഉത്തരം എ. നിയമജ്ഞരും ഫരിസേയരും. ചോദ്യം 69. യോഹന്നാൻ 8:11 സമാനമായ വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വേറെ എവിടെയാണ് കാണുന്നത്? എ. യോഹന്നാൻ 4:14, ബി. യോഹന്നാൻ 7:15, സി. യോഹന്നാൻ 15:14, ഡി. യോഹന്നാൻ 5:14. ഉത്തരം ഡി. യോഹന്നാൻ 5:14. ചോദ്യം 70. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? എ. തന്നിൽ വിശ്വസിച്ച ജനങ്ങളോട്, ബി. തന്നെ അനുഗമിച്ച ജനങ്ങളോട്, സി. വചനത്തിൽ വിശ്വസിച്ച യഹൂദരോട്, ഡി. തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ഉത്തരം ഡി. തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ചോദ്യം 71. മുൻപ് അന്ധനായിരുന്നവനെ ആരുടെ അടുത്താണ് കൊണ്ടുവന്നത്? എ. പുരോഹിത പ്രമുഖരുടെ, ബി. നിയമജ്ഞരുടെ, സി. യഹൂദ പ്രമാണികളുടെ, ഡി. ഫരിസേയരുടെ. ഉത്തരം ഡി. ഫരിസേയരുടെ.
ചോദ്യം 72. ഏതാണ് ശീതകാലത്തെ തിരുനാൾ? എ. കൂടാര തിരുനാൾ, ബി. പെസഹ തിരുനാൾ, സി. പ്രതിഷ്ഠയുടെ തിരുനാൾ, ഡി. പെന്തക്കുസ്ത തിരുനാൾ. ഉത്തരം സി. പ്രതിഷ്ഠയുടെ തിരുനാൾ. ചോദ്യം 73. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏത്? എ. 11, ബി. 7, സി. 10, ഡി. 12. ഉത്തരം എ. 11. ചോദ്യം 74. അധ്യായവും വാക്യവും ഏത്? സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എ. യോഹന്നാൻ 10:38, ബി. യോഹന്നാൻ 12:9, സി. യോഹന്നാൻ 12:15, ഡി. യോഹന്നാൻ 11:19. ഉത്തരം സി. യോഹന്നാൻ 12:15. ചോദ്യം 75. അധ്യായവും വാക്യവും ഏത്? ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. എ. യോഹന്നാൻ 8:13, ബി. യോഹന്നാൻ 9:7, സി. യോഹന്നാൻ 9:40, ഡി. യോഹന്നാൻ 10:11. ഉത്തരം ഡി. യോഹന്നാൻ 10:11. ചോദ്യം 76. അധ്യായവും വാക്യവും ഏത്? യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? എ. യോഹന്നാൻ 10:34, ബി. യോഹന്നാൻ 11:35, സി. യോഹന്നാൻ 10:36, ഡി. യോഹന്നാൻ 10:31. ഉത്തരം എ. യോഹന്നാൻ 10:34. ചോദ്യം 77. അധ്യായവും വാക്യവും ഏത്? നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എ. യോഹന്നാൻ 5:13, ബി. യോഹന്നാൻ 5:14, സി. യോഹന്നാൻ 5:38, ഡി. യോഹന്നാൻ 5:46. ഉത്തരം ഡി. യോഹന്നാൻ 5:46. ചോദ്യം 78. അധ്യായവും വാക്യവും ഏത്? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. എ. യോഹന്നാൻ 6:10, ബി. യോഹന്നാൻ 10:11, സി. യോഹന്നാൻ 6:12, ഡി. യോഹന്നാൻ 6:8. ഉത്തരം എ. യോഹന്നാൻ 6:10. ചോദ്യം 79. എവിടെ നിന്നാണ് പൗലോസ്ലീഹ സിറിയ, കിലീക്യ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയത്? എ. എഫേസോസ്, ബി. അറേബ്യ, സി. ഗലാത്തിയ, ഡി. ജെറുസലേം. ഉത്തരം ഡി. ജെറുസലേം. ചോദ്യം 80. ആർക്ക് ലഭിച്ച അനുഗ്രഹമാണ് യേശുക്രിസ്തു വഴി വിജാതീയരിലേക്ക് വ്യാപിക്കേണ്ടത്? എ. ദാവീദിന്, ബി. മോശയ്ക്ക്, സി. അബ്രാഹത്തിന്, ഡി. യഹൂദർക്ക്. ഉത്തരം സി. അബ്രാഹത്തിന്. ചോദ്യം 81. നമ്മൾ ഇസഹാക്കിനെ പോലെ ആരുടെ മക്കളാണ്? എ. ദൈവത്തിൻ്റെ, ബി. പിതാവിൻ്റെ, സി. വാഗ്ദാനത്തിൻ്റെ, ഡി. വിശ്വാസത്തിൻ്റെ. ഉത്തരം സി. വാഗ്ദാനത്തിൻ്റെ. ചോദ്യം 82. സ്നേഹത്തിലൂടെ ഡാഷ് വിശ്വാസമാണ് സുപ്രധാനം, പൂരിപ്പിക്കുക. എ. യേശുവിലുള്ള, ബി. ദൈവത്തിലുള്ള, സി. പ്രവർത്തനരഹിതമായ, ഡി. പ്രവർത്തനനിരതമായ. ഉത്തരം ഡി. പ്രവർത്തനനിരതമായ. ചോദ്യം 83. യേശുക്രിസ്തുവിനുള്ളവർ എന്താണ് അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചത്? എ. തങ്ങളിലെ പഴയ മനുഷ്യനെ, ബി. തങ്ങളുടെ ജഡികാസക്തികളെ, സി. തങ്ങളുടെ ജഡത്തെ, ഡി. തങ്ങളുടെ ജഡമോഹങ്ങളെ. ഉത്തരം സി. തങ്ങളുടെ ജഡത്തെ. ചോദ്യം 84. ഏത് കാര്യത്തിലാണ് പൗലോസ്ലീഹ മുൻപന്തിയിലായിരുന്നത്? എ. സഭയെ പീഡിപ്പിക്കുന്നതിൽ, ബി. യഹൂദമത പാരമ്പര്യങ്ങളിൽ, സി. യഹൂദമത കാര്യങ്ങളിൽ, ഡി. യഹൂദമത ആചാരങ്ങളിൽ. ഉത്തരം സി. യഹൂദമത കാര്യങ്ങളിൽ. ചോദ്യം 85. പൗലോസ്ലീഹായെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആര്? എ. ജെറുസലേമിലെ ശ്രേഷ്ഠന്മാർ, ബി. എഫേസോസിലുള്ള സഭകൾ, സി. യൂദായിലുള്ള സഭകൾ, ഡി. ഗലാത്തിയായിലുള്ള സഭകൾ. ഉത്തരം സി.
യൂദായിലുള്ള സഭകൾ. ചോദ്യം 86. നിയമാനുഷ്ഠാനം വഴി ഒരുവനും ഡാഷ് പൂരിപ്പിക്കുക. എ. വിശുദ്ധീകരിക്കപ്പെടുകയില്ല. ബി. നീതീകരിക്കപ്പെടുകയില്ല. സി. രക്ഷിക്കപ്പെടുകയില്ല. ഡി. ദൈവപുത്രനാകുന്നില്ല. ഉത്തരം ബി. നീതീകരിക്കപ്പെടുകയില്ല. ചോദ്യം 87. അധ്യായവും വാക്യവും ഏത്? എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. എ. ഗലാത്യ 1:15. ബി. ഗലാത്യ 2:16. സി. ഗലാത്യ 1:17. ഡി. ഗലാത്യ 1:14. ഉത്തരം എ. ഗലാത്യ 1:15. ചോദ്യം 88. നിയമം അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പ്രസ്താവിക്കുന്ന നിയമാവർത്തന വാക്യമേത്? എ. നിയമാവർത്തനം 17:11. ബി. നിയമാവർത്തനം 9:13. സി. നിയമാവർത്തനം 21:29. ഡി. നിയമാവർത്തനം 27:26. ഉത്തരം ഡി. നിയമാവർത്തനം 27:26. ചോദ്യം 89. എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ആർക്കാണ് ഒരംശം മാത്രം ഓഹരി കൊടുത്തിരുന്നത്? എ. ഹന്ന. ബി. പെനിന്ന. സി. ഓർഫ. ഡി. റൂത്ത്. ഉത്തരം എ. ഹന്ന. ചോദ്യം 90. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരെയാണ് ഏലി ശ്രദ്ധിച്ചത്? എ. പുരോഹിതൻ. ബി. ദേവാലയ ശുശ്രൂഷകൻ. സി. ഹന്ന. ഡി. സാമുവൽ. ഉത്തരം സി. ഹന്ന. ചോദ്യം 91. വീരന്മാരുടെ എന്താണ് തകരുന്നത്? എ. മനോധൈര്യം. ബി. മനോവീര്യം. സി. വില്ലുകൾ. ഡി. വാളുകൾ. ഉത്തരം സി. വില്ലുകൾ. ചോദ്യം 92. എബനേസറിൽ പാളയമടിച്ചത് ആരാണ്? എ. ഇസ്രായേൽ. ബി. ഫിലിസ്തീർ. സി. അമ്മോന്യർ. ഡി. ജബൂസ്യർ. ഉത്തരം എ. ഇസ്രായേൽ. ചോദ്യം 93. ആരുമായുള്ള യുദ്ധത്തിലാണ് 30,000 പടയാളികൾ നിലം പതിച്ചത്? എ. ഫിലിസ്തീർ. ബി. മൊവാബിയർ. സി. ഇസ്രായേലിയർ. ഡി. ജബൂസ്യർ. ഉത്തരം എ. ഫിലിസ്തീർ. ചോദ്യം 94. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഫിലിസ്തീ പ്രഭുക്കൾ പറഞ്ഞത്? എ. അഷ്തോദിലേക്ക്. ബി. അഷ്കലോണിലേക്ക്. സി. ഗത്തിലേക്ക്. ഡി. എബനേസറിലേക്ക്. ഉത്തരം സി. ഗത്തിലേക്ക്. ചോദ്യം 95. എവിടെയുള്ളവർ കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടപ്പോഴാണ് പേടകം എക്രോണിലേക്ക് കൊണ്ടുപോയത്? എ. അഷ്തോദിൽ. ബി. അഷ്കലോണിൽ. സി. എബനേസറിൽ. ഡി. ഗത്തിൽ. ഉത്തരം ഡി. ഗത്തിൽ. ചോദ്യം 96. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ? എ. എഫ്രാത്തയിൽ. ബി. അഷ്കലോണിൽ. സി. ഷീലോയിൽ. ഡി. ജെറുസലേമിൽ. ഉത്തരം സി. ഷീലോയിൽ. ചോദ്യം 97. എവിടെ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്? എ. ഗിലെയാദിൽ നിന്ന്. ബി. ഏദോമിൽ നിന്ന്. സി. എബനേസറിൽ നിന്ന്. ഡി. ഷീലോയിൽ നിന്ന്. ഉത്തരം ഡി. ഷീലോയിൽ നിന്ന്. ചോദ്യം 98. 1 സാമുവേൽ 7:10 സമാനമായി കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ വാക്യമേത്? എ. ജെറമിയ 12:19. ബി. ഏശയ്യ 54:1. സി. പുറപ്പാട് 14:24. ഡി. സംഖ്യ 10:1. ഉത്തരം സി. പുറപ്പാട് 14:24. ചോദ്യം 99. അധ്യായവും വാക്യവും ഏത്? കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. എ. 1 സാമുവേൽ 4:5. ബി. 1 സാമുവേൽ 2:5. സി. 1 സാമുവേൽ 2:11. ഡി. 1 സാമുവേൽ 3:12. ഉത്തരം എ. 1 സാമുവേൽ 4:5. ചോദ്യം 100. കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കുന്നവർ മരിക്കും എന്ന് പരാമർശിക്കുന്ന പഴയ നിയമ വാക്യമേത്?
എ ഏഷ്യ 54:1, ബി സങ്കീർത്തനങ്ങൾ 58:37, സി ഉൽപ്പത്തി 2:8, ഡി സംഖ്യ 4:20. ഉത്തരം ഡി സംഖ്യ 4:20. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.